അപ്പോൾ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വരുന്ന കലാകാരികൾ തന്നെയാണ്. ഇന്നും അഭിരാമിയുടെ മുന്നിൽ നൃത്തം കൊണ്ട് വിസ്മയം തീർക്കാനായിട്ട് ഒരു കലാകാരി വരുന്നുണ്ട്. അതായത് കലയെ ഒരുപാട് സ്നേഹിക്കുന്ന, നൃത്തത്തെ ഉപാസിക്കുന്ന ഒരു പെർഫോമർ തന്നെയാണ്. മോഹിനിയാട്ടമാണ് അവർ മെയിനായിട്ട് എടുത്ത് പെർഫോം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കലാകാരിയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് നമുക്ക് റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ലാവണ്യ ദേവി. അപ്പോൾ ലാവണ്യ ദേവി, ഞാൻ അതായത് 25 വർഷമായിട്ട് നൃത്തത്തെ ഉപാസിക്കുന്ന ഒരു വ്യക്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചും കൂടി ഏജ് ആയിട്ടുള്ള ഒരാളായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ വളരെ യങ് ആയിട്ടുള്ള ഒരു കുട്ടി പോലെ തന്നെ തോന്നുന്നു. ശരിക്കും എന്ത് ഹൗസ് വൈഫ് ആണോ അതെയോ? ഞാൻ ആക്ച്വലി വർക്കിംഗ് ആണ്. ഡാൻസ് എന്നും എൻ്റെ പാഷനാണ്. സോ അതുകൊണ്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. ഡാൻസ് ക്ലാസ്സസ് എടുക്കാറുണ്ട്. ഡൽഹിയിലാണ് പഠിച്ചതും വളർന്നതും ഒക്കെ. അപ്പം ഡൽഹിയിലായിരുന്നു എൻ്റെ ഡാൻസിൻ്റെയും എഡ്യൂക്കേഷനും എല്ലാം അവിടെ തന്നെയായിരുന്നു. മാരേജ് കഴിഞ്ഞാണ് ട്രിവാൻഡ്രത്ത് ഇപ്പോൾ സെറ്റിൽ ആയത്. അതെ. അഭിരാമിക്ക് എങ്ങനെയാണ് ഏതെങ്കിലും ഡാൻസ് പഠിക്കാൻ കുഞ്ഞിലെ വീട്ടിൽ നിന്ന് കൊണ്ട് ചേർത്തിട്ടുണ്ടോ? ഒരു 1-2 വർഷം ഭരതനാട്യം പഠിച്ചിരുന്നു. അത് എല്ലാ പിള്ളേരും പോയി പഠിക്കുന്ന പോലെ അതിന്റെ കൂട്ടത്തിൽ പോയി പഠിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ അതിനെ ഒരിക്കലും ഞാൻ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഇപ്പം അത് ഓർക്കുമ്പോൾ കുറച്ച് വിഷമമുണ്ട്. കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് എടുത്ത് അത് പഠിക്കണമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ഇത്രയും വർഷം ഒരു കലയോട് നമ്മൾ ജീവിതം തന്നെ സമർപ്പിക്കുകയാണ്. അതിന്റെ ഒരു ആസ്പെക്റ്റ് ആക്കി മാറ്റുകയാണ്. ഐ ഹാവ് ഹ്യൂജ് റെസ്പെക്ട് ഫോർ പീപ്പിൾ ലൈക്ക് യു. ആൻഡ് ലാവണ്യ, എന്ന് മുതലാണ് ഈ ഒരു ഡാൻസ് എന്ന് മാത്രമല്ല ഈ മോഹിനിയാട്ടത്തിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്ത് റിസർച്ച് ചെയ്യണം എന്നൊക്കെ ഒരു തോന്നൽ വരാൻ കാരണം? ഇനീഷ്യലി പറയുകയാണെങ്കിൽ എനിക്ക് ഡാൻസിനോട് ഒരു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഒരു എല്ലാ കുട്ടികൾക്കും തോന്നുന്ന ഒരു കൗതുകം എനിക്കും തോന്നിയിരുന്നു. ടി വിയിൽ കാണുന്ന അതൊക്കെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. അപ്പം എൻ്റെ ഗ്രാൻഡ് മദർ അവരൊക്കെ നോട്ടീസ് ചെയ്തു. ദെൻ ഡൽഹിയിൽ പോകേണ്ടി വന്നു. എൻ്റെ അച്ഛൻ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണ്. സോ ഗസറ്റ് ഓഫീസർ ഇപ്പം റിട്ടയർ ആയി. അപ്പം ഞങ്ങളെല്ലാവരും ഡൽഹിയിലായിരുന്നു. സോ ഭരതനാട്യത്തിൻ്റെ ഇനീഷ്യൽ എക്സ്പോഷറൊക്കെ അവിടെയാണ് കിട്ടിയത്. അത് ഏകദേശം ഒരു 10-12 വയസ്സൊക്കെ വരെ അത് ഭരതനാട്യം ഉണ്ടായിരുന്നു. സോ ആ സമയത്താണ് അരുണ തമ്പി എന്ന് പറയും, ഷീസ് എ ഫേമസ് മ്യൂസീഷ്യൻ. സോ പുള്ളിക്കാരിയാണ് എന്നെ പിന്നെ ഡാൻസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും. ഡോക്ടർ ദീപ്തി ഓംചേരി ഭല്ല, ഓംചേരി കുടുംബത്തിലെ അറിയായിരിക്കും, ഭാരതത്തിലെ സാഹിത്യത്തിലും സംഗീതത്തിലും ഒരേപോലെ പേരെടുത്ത ഓംചേരി കുടുംബത്തിലെ അങ്ങോട്ട് എനിക്ക് പോയി പഠിക്കാൻ പറ്റിയെന്നൊരു വലിയൊരു സൗഭാഗ്യമാണ്. അവിടെ നിന്നാണ് എനിക്ക് മോഹിനിയാട്ടം എന്ന ആ ഒരു ആർട്ട് ഫോമിനോട് എത്രത്തോളം സീരിയസ് ആയിരിക്കണം, കമ്മിറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്യൂട്ടി, അത് ഒരു കേരളത്തിൻ്റെ സംസ്കാരം വിളിച്ച് കാണിക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. സോ അതിനെ കാരണം ഒരു കാലഘട്ടത്തിൽ ഈ മോഹിനിയാട്ടം എന്ന കല ഒരുപാട് അധപ്പതിച്ചു പോയൊരു സമയം ഉണ്ടായിരുന്നു. അത് ബിഫോർ സ്വാതി തിരുനാൾ ആ ഒരു സമയത്തൊക്കെ. അതിൽ നിന്നെല്ലാം പുനരുദ്ധരിപ്പിച്ച് നമ്മുടെ മോഹിനിയാട്ടത്തിൻ്റെ അമ്മ എന്ന് തന്നെ വിശേഷിക്കപ്പെടുന്ന കല്യാണിക്കുട്ടി അമ്മ ടീച്ചറിൻ്റെ ശിക്ഷണത്തിലാണ് ദീപ്തി ടീച്ചർ പഠിച്ചത്. അപ്പം ആ അതേ തനതായ ശൈലി ഫോളോ ചെയ്യാൻ സാധിച്ചു. പിന്നെ എൻ്റെ ഈ കല്യാണിക്കുട്ടിയമ്മ ശൈലിയിൽ ദീപ്തി ടീച്ചറിൻ്റെ സ്റ്റൈല് ഫോളോ ചെയ്യുന്നതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആരും താളിയോല ഗ്രന്ഥങ്ങൾ എന്നൊക്കെ പറയും, അതായത് കൂടുതൽ ആൾക്കാരൊന്നും എക്സ്പ്ലോർ ചെയ്യാത്ത ചില, അതായത് ഓത്തേഴ്സ് അൺനോൺ ആയിരിക്കും ചില കഥകൾ ഇൻ ദ സെൻസ് അതിൽ ജതികളൊക്കെ വേറെ ആയിരിക്കും. ഇപ്പം നമുക്ക് വായ്ത്താരികളാണ്, ജതികളല്ല വായ്ത്താരികളാണ്. സോ അങ്ങനെയുള്ള വായ്ത്താരികളെ കേരള താളത്തോട് ഉപമിക്കാൻ പറ്റുന്ന, അതായത് ഇടയ്ക്ക, മദ്ദളം, അങ്ങനെയുള്ള കേരള വാദ്യങ്ങളുടെ വായ്ത്താരികൾ നമുക്ക് മോഹിനിയാട്ടത്തിൽ ഉപയോഗിച്ച് അഭിനയം മാത്രമല്ല അതിൽ നൃത്ത ആസ്പെക്റ്റും മാക്സിമം അതിൽ കൊണ്ടുവരാൻ ടീച്ചർ ശ്രമിച്ചിട്ടുണ്ട്. അതിനെ ഞാനും ഫോളോ ചെയ്യുന്നു. ആൻഡ് ഒരുപാട് അച്ചീവ്മെന്റ്സ് നേടിയ ഒരു വ്യക്തിയും കൂടിയാണ്. എനിക്ക് തോന്നുന്നു ദൂരദർശനിലെ ഗ്രേഡഡ് ആർട്ടിസ്റ്റ് ആണ്. പിന്നെ കലാപ്രതിഭ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കട്ടക്ക് ഇന്റർനാഷണൽ ഡാൻസ് ഫെസ്റ്റിവൽ, കൊണാക്ക് ഡാൻസ് ഫെസ്റ്റിവൽ, കോമൺവെൽത്ത് ഗെയിംസ്, പിന്നെ നമ്മുടെ സംഗീത് നാടക അക്കാഡമിയുടെ വേദികള്, പിന്നെ നമ്മുടെ ICCR ഇന്ത്യ കൾച്ചറൽ റിലേഷൻസിന്റെ. സോ അതൊക്കെ അവരൊക്കെ ഈ നമ്മുടെ ഇന്ത്യൻ ആർട്ട് ഫോംസിനെ പുറത്തേക്ക് എത്തിച്ച് അവിടെ എല്ലാം ആ ഒരു പോപ്പുലാരിറ്റി കിട്ടണം, നമ്മുടെ ഒരു കലയ്ക്ക് അത്രയും വാല്യൂ കൊടുക്കുന്ന, പ്രാധാന്യം കൊടുക്കുന്ന എൻറ്റിറ്റീസ്. അപ്പോൾ ഇവരായിട്ടൊക്കെ ലിങ്ക് ചെയ്യാൻ സാധിച്ചു. പിന്നെ സ്പിക് മാക്ക്
അത് ആക്ച്വലി പ്രൊമോഷൻ ഓഫ് ദിസ് ആർട്ട് ഫോംസ് അതാണ്. അതിന് വേണ്ടിയിട്ട് സ്കൂൾ കോളേജ് ലെവലിൽ അതിപ്പോഴും പല കുട്ടികൾക്കും നിങ്ങൾ ഔട്ട് ഓഫ് കേരള പോയാണെങ്കിൽ അവർക്ക് മോഹിനിയാട്ടം എന്താണെന്ന് അറിയില്ല. ഞാൻ ഡയറക്റ്റ്ലി ഫേസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കുട്ടികളെ. സോ അവർക്ക് മോഹിനിയാട്ടം അറിയില്ല, ഭരതനാട്യം അവർക്ക് മേ ബി നോർത്തിൽ കഥക്കാണ് കൂടുതൽ, സം മേ ബി കഥക്കരം. സോ അവരുടെയൊക്കെ ഉള്ളിൽ ഈ ഒരു കൾച്ചറൽ എഡ്യൂക്കേഷൻ വേണം. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ക്ലാസിക്കൽ ഡാൻസ് എന്ന് ആകെ 8 ആർട്ട് ഫോംസ് നമുക്കുള്ളൂ ഇന്ത്യയിൽ. അപ്പം അതിലൊന്നാണ് മോഹിനിയാട്ടം. അത് ഐ എം പ്രൗഡ് ടു സേ, കാരണം കേരളത്തിൽ നിന്ന് തന്നെ കഥകളിയും മോഹിനിയാട്ടം ആ ലിസ്റ്റ് വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് സംതിങ്, ഒരു കേരളൈറ്റ് എന്ന രീതിയിൽ വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. എന്തായാലും കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടുത്തും. ഒരു നീണ്ട ഫാമിലി മെമ്പേഴ്സിനെ എനിക്ക് അവിടെ കാണാൻ. എല്ലാവർക്കും നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. ഹായ്, എന്താ പേര്? അനിരുദ്ധ്. അനിരുദ്ധ്. അനിരുദ്ധ് എത്രയല്ല പഠിക്കുന്നത്? തേർഡ് സ്റ്റാൻഡേർഡില്. അതാരാ അത്? ആ മൈക്ക് ഒന്ന് കൊടുത്തേ നോക്കട്ടെ. ഹായ്. ഹായ് പറയൂ. ഹായ്. ഹലോ. ഹലോ. വാവയുടെ പേരെന്താ? വാട്ട്സ് യുവർ നെയിം? അനശ്വര. അതാണ് വാവ. അനശ്വര എന്നാണ് പേര് അല്ലേ? അനശ്വര 2 വയസ്സായി. പക്ഷെ അനശ്വര എൻ്റെ ഡാൻസ് ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്യും. എൻ്റെ സൈഡിൽ അങ്ങനെ ഇരുന്ന് ഞാൻ ഡാൻസ് ക്ലാസ് എല്ലാം എടുക്കുന്ന കാണും. വൺസ് സ്റ്റുഡൻസ് മൂവ് ഔട്ട്, ഷീൽ കം ടു ദി ഫ്ലോർ, ഷീൽ സ്റ്റാർട്ട് പ്രണാം ഒക്കെ ചെയ്ത് സൂപ്പർവായിട്ട് കളിക്കും. ഐ ഹാവ് ജസ്റ്റ് ഹെർ റെയർ വീഡിയോസ് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് പുള്ളിക്കാരി ഇങ്ങനെ പുറത്ത് ഞാൻ ടെക്നിക്കലി ഒന്നും പഠിപ്പിച്ച് തുടങ്ങിയില്ല. ഒബ്സർവിങ് ആൻഡ് ഇമിറ്റേറ്റിംഗ്, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ കുറച്ചും കൂടി വലുതായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ഹസ്ബൻഡ്. ഹസ്ബൻഡാണ്. നമസ്കാരം. ചേട്ടന്റെ പേര്? എന്റെ പേര് രാജേഷ് എന്നാണ്. രാജേഷ്. അതെ, ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. നിങ്ങളെ അറേഞ്ച് മാരേജ് ആയിരുന്നു, ലവ് മാരേജ് ആയിരുന്നു? അറേഞ്ച്ഡ് ലവ് മാരേജ് എന്ന് പറയാം, ബിക്കോസ് കസിൻ ആണ്. കുഞ്ഞിലെ മുതൽ അറിയാം. എനിക്കും അറിയാം, എന്നെയും അറിയാം. ഇനി ഇത് മദർ ഇൻ ലോ ആണ്. മദർ ഇൻ ലോ. ഓ, നമസ്കാരം. പേര്? ചന്ദ്രിക. ചന്ദ്രിക. ചന്ദ്രിക ടീച്ചർ എന്ത്? ടീച്ചർ അല്ലല്ലോ. അല്ല അങ്ങനെ ചന്ദ്രിക ടീച്ചർ എന്ന് പറയാൻ തോന്നുന്നു. യോജിപ്പുണ്ട്. അതെ. അപ്പൊ എന്ത് പറയണു അമ്മ? സുഖമായിട്ടിരിക്കണു. സുഖമായിട്ടിരിക്കുന്നു. ഡാൻസ് പാട്ടൊക്കെ ഇഷ്ടമാണ്. കൊച്ചുമക്കളെയൊക്കെ നോക്കി ഹാപ്പി ആയിട്ടിരിക്കുന്നു. അതെ, ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം. ശരി, അപ്പൊ എന്തായാലും ഇത് സ്വന്തം അമ്മയാണോ? നമസ്കാരം. അമ്മയുടെ പേര്? ഉഷ. അപ്പൊ അമ്മയാണ് കുഞ്ഞിലെ മുതല് എല്ലാത്തിനും കൊണ്ട് നടക്കുന്നതും കോമ്പറ്റീഷനും ഈ പറഞ്ഞ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ കണ്ട ഒരാളാണ് അമ്മ. അപ്പൊ അമ്മയുടെ മനസ്സിൽ ഒരു ഇതുണ്ടായിരുന്നോ, ഇവളെന്തായാലും ഈ ഒരു നിലയിൽ എത്തും? ഉറപ്പുണ്ടായിരുന്നു. കാരണം അത്ര മിടുക്കിയായിരുന്നു. എല്ലാരും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം.